ഹലോ കൂട്ടുകാരെ, ഇന്ന് കടച്ചക്ക കൊണ്ട് 2 വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് കാണാം. അപ്പൊ കടച്ചക്ക എന്ന് പറഞ്ഞാൽ നല്ല പോഷകപ്രദമായ ഒരു ഭക്ഷ്യവസ്തുവാണ്. കറിയായിട്ട് ഉപയോഗിക്കാം, സ്നാക്കായിട്ട് ഉപയോഗിക്കാം, അങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാം. കേരളത്തിൽ ഇപ്പൊ ഈ സമയത്ത് സുലഭമായി കിട്ടുന്നതാണ്. അപ്പൊ ഇത് ആദ്യം തന്നെ ഒന്ന് കഴുകിയിട്ട് മുറിച്ച് അതിൻ്റെ തോലും ഇതൊക്കെ കളയണം. മുറിച്ച് തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ നടുക്കൊരു കൂഞ്ഞി എന്നും പറഞ്ഞൊരു സാധനമുണ്ട്, അതും കളയും. നമുക്ക് ആവശ്യത്തിലുള്ള വലിപ്പത്തിൽ അരിഞ്ഞെടുക്കണം. തോല് കളഞ്ഞ് അരിഞ്ഞെടുത്തത് നമ്മൾ കഴുകി വാരിയെടുത്ത് ഞാനൊരു കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. വേഗം തന്നെ വെന്ത് കിട്ടും. ഒരു വിസിൽ കേട്ടാൽ മതി. അടുപ്പത്തിട്ടും വേവിക്കാം. വിറകടുപ്പ് ഒക്കെ ഉള്ളവർക്ക് അടുപ്പത്തിട്ട് വേവിച്ചെടുക്കാം. ഇപ്പൊ ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയാണ് ഞാൻ കുക്കറിൽ വേവിക്കുന്നത്. അപ്പൊ ഇതിന്റെ കുറച്ച് ഭാഗം പകുതിയെ ഞാൻ കറിക്കെടുത്തുള്ളൂ, ബാക്കി പകുതി ഞാൻ സ്നാക്കായിട്ട് വറക്കാനായിട്ട് എടുത്തു. അതിന് കുറച്ചുകൂടെ കനം കുറച്ച് ഇത്തിരി നീളത്തിൽ ആണ് അരിഞ്ഞെടുക്കേണ്ടത്. ആ നീളത്തിൽ അരിഞ്ഞെടുക്കുന്നത് ഒരു പാത്രത്തിലേക്കിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം. വെള്ളം ഒഴിച്ച് വെക്കാം. കറിക്കെടുത്തത് കഴുകിയെടുത്ത് ഒരു കുക്കറിലേക്ക് കഴുകി വാരിയെടുക്കാം. കുക്കറിലിട്ട് ഇതിന് ആവശ്യമായ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇത്തിരി മഞ്ഞപ്പൊടി, ഇത്തിരി ഉപ്പ് കൂടെ ഇട്ട് ഒരു വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കാം. ഇത് താളിക്കാനായിട്ട് കുറച്ച് ചുവന്നുള്ളി, ഇത്തിരി വെളുത്തുള്ളി, കരിവേപ്പില, ഇത്രയും മതി. അത് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് താളിക്കാനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് പൊട്ടിക്കാനായിട്ട് കടുക് 1/2 സ്പൂൺ ഇടാം. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, വെളുത്തുള്ളി, കരിവേപ്പില എല്ലാം കൂടെ ഇട്ട് നല്ലപോലെ താളിച്ചെടുക്കാം. ബ്രൗൺ കളറാകുന്നവരെ മുരിയിക്കാം. മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിന് പാകത്തിന് 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞപ്പൊടി ആണ് ഞാൻ ചേർത്തത്. മല്ലിപ്പൊടി ഒന്നും ചേർക്കണമെന്ന് ആവശ്യമില്ല. മല്ലിപ്പൊടിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, അപ്പം വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും. വറുത്തരച്ചൊക്കെ ചെയ്യുന്നതിന് മല്ലിപ്പൊടിയും ഒക്കെ ചേർക്കുന്നത്. ഞാനിപ്പോൾ വെറുതെ താളിച്ച് ഒലത്ത് പോലെ എടുക്കുന്നുള്ളൂ. അപ്പൊ ഇതിലേക്ക് ഞാൻ ഇത്തിരി ചെമ്മീനും ചേർത്തിരുന്നു. ചെമ്മീൻ ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണമെന്നില്ല. പച്ച ചെമ്മീനും കൂടെ ചേർത്താൽ ചെമ്മീൻ കടച്ചക്ക ഉലർത്ത്. അപ്പൊ വേവിച്ച് വെച്ച കടച്ചക്ക ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കും. നമ്മുടെ കടച്ചക്ക ഉലർത്ത് റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്നതാണ്. പിന്നെ ഞാൻ ബാക്കി പകുതി ഭാഗം എടുത്ത് വെച്ചിരുന്നത് കൊണ്ട് ബജ്ജി പോലെ ഫ്രൈ ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 4 മണി പലഹാരമായിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാം. അതിനുവേണ്ടി കടലപ്പൊടിയാണ് എടുത്തത്. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കടലപ്പൊടി എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പ്, ഇത്തിരി മുളക് പൊടി, ഇത്തിരി മഞ്ഞപ്പൊടി, ഇത് 3ഉം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. ഒത്തിരി നീണ്ടു പോകരുത്, ഒരു പാകത്തിന് ഇഡലിയുടെയൊക്കെ പോലെ അത്രയും പരിപാടിയിട്ട് എടുക്കണം. ഒത്തിരി നീണ്ടുപോയാൽ പിന്നെ വെജിയായിട്ട് അങ്ങനെ കിട്ടൂല, ഫ്രൈ ആയിട്ടും കടച്ചക്കയിൽ ഒട്ടിപ്പിടിച്ചിരിക്കണമല്ലോ. അതുകൊണ്ടാണ് ആ മാവ് അങ്ങനെ എടുക്കുന്നത്. ഇതെടുത്ത് വെച്ചിട്ട് പിന്നെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് അതിലേക്ക് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടച്ചക്ക പച്ചക്ക് തന്നെയാണ്, അത് ഈ മാവിൽ മുക്കി ഓരോന്നായിട്ട് എടുത്ത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇടാം. കുറേശ്ശെ ഇട്ട് ഫ്രൈ ആക്കി തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇത് ഈസി ആയിട്ട് ഒരു 4 മണി പലഹാരം കിട്ടും. ചായക്കൊപ്പം കഴിക്കാൻ നല്ലതാണ്, ടേസ്റ്റാണ്.
ഈ പച്ചമുളക് കരിവേപ്പിലൊന്നും ചേർക്കണമെന്നില്ല. നിർബന്ധമുള്ളവർക്ക് വേണമെങ്കിൽ ആ മാവിലേക്ക് ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ മാവ് ചേർത്തും പൊരിക്കാം, മാവ് ചേർക്കാതെയും പ്ലെയിൻ ആയിട്ടും വറുത്തെടുക്കാം. എണ്ണയിൽ തിരിച്ചു മറിച്ചിട്ട് ഒരു ബ്രൗൺ കളറാകുമ്പോൾ കോരിയെടുക്കാം. നമ്മുടെ കടച്ചക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ചായക്കൊപ്പം ഒക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. കടച്ചക്ക കൊണ്ട് 2 വെറൈറ്റി വിഭവങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും വാച്ച് ചെയ്ത് ലൈക്ക്, സബ്സ്ക്രൈബ് എക്സെട്ര ചെയ്യുമല്ലോ. ഓക്കെ.